എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന തകർപ്പൻ എപ്പിസോഡിന്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. രേവതിക്ക് സ്വത്തുക്കളെല്ലാം മുത്തശ്ശി എഴുതി കൊടുത്തത് അറിഞ്ഞ് ആകെ തകർന്നിരിക്കുകയാണ് ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി ഇത്രയും പെട്ടെന്ന് ആ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലേക്ക് ആക്കണം, എന്താ ഒരു വഴി എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, എന്ത് വഴി? അവൾ എഴുതി തരണം, എന്നാ തന്നെ വഴിയുള്ളൂ എന്ന് പറയാണ്. അതല്ല, അവൾ എഴുതി തരാൻ എന്താ വഴി, അതാ ഞാൻ ചോദിച്ചത്. അവൾ എങ്ങനെ എഴുതി തരും? അവള് മാത്രം എഴുതി തന്നാ പോരല്ലോ, സച്ചിൻ കൂടെ എഴുതി തരണ്ടേ എന്ന് പറയുന്നുണ്ട്. ഓ, അവൻ ഒരിക്കലും എഴുതി തരില്ല, രേവതി എഴുതി തന്നാലും അവൻ എഴുതി തരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും ശ്രുതി, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ അടുത്ത് നല്ല നല്ല ഐഡിയകളെല്ലാം ഉണ്ടാവാറുണ്ടല്ലോ, നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയാണ്. എന്ത് വഴി ഉണ്ടാവാനാ ആൻറ്റി, എനിക്ക് ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ല എന്ന് പറയാണ്. ചന്ദ്രമതി ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ശേഷം ചന്ദ്രമതി പറയുന്നുണ്ട്, ആ ഒരു വഴിയുണ്ട്, പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. എന്ത് വഴിയാണ് ആൻറ്റി എന്ന് ചോദിക്കുകയാണ്. ആ രേവതിയെ സ്നേഹത്തിൽ അങ്ങോട്ട് വീഴ്ത്തണം. സ്നേഹത്തിൽ വീഴ്ത്താനോ, രേവതിയെയോ എങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അവളോട് നല്ല സ്നേഹത്തോടെ പെരുമാറണം, അവളെ കയറ്റി തലയിൽ അങ്ങോട്ട് വെക്കണം, അപ്പൊ പിന്നെ അവൾ അതിൽ വീണിട്ട് സ്വത്തുക്കളെല്ലാം എനിക്ക് എഴുതി തരുമല്ലോ എന്ന് പറയാണ്. രേവതി ഒരു പൊട്ടത്തി ആയതുകൊണ്ട് ചിലപ്പോൾ അത് നടക്കും, പക്ഷേ രേവതി മാത്രം പോരല്ലോ, സച്ചിയും കൂടി എഴുതി തരണ്ടേ. രേവതിയെ സോപ്പിട്ട പിന്നെ സച്ചിയെ രേവതി പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ, അവൾ പറഞ്ഞാൽ എന്തും കേൾക്കും, അവനൊരു പെൺകൊന്തനാ എന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, അതൊരു നല്ല ഐഡിയ ഒക്കെ തന്നെ, പക്ഷെ സച്ചി സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. അവൾ പറഞ്ഞാൽ കേൾക്കും, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാണ്. എന്നാ ഇനി മുതൽ നോക്കിക്കോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമകള് രേവതിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയാണ്, എന്താ ആൻറ്റി പറയുന്നത്, ഏറ്റവും ഇഷ്ടമുള്ള മരുമകള് രേവതിയാണെന്നോ? അങ്ങനെ അല്ല ശ്രുതി, ഇനി മുതൽ അങ്ങനെ ആയിരിക്കും ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. എൻ്റെ ഏറ്റവും നല്ല മരുമകള് രേവതിയാണ്, അതുപോലായിരിക്കും എൻ്റെ അഭിനയം. നീ കണ്ടോ, ഡാൻസിന്റെ കാര്യത്തിലും മാത്രമല്ല അഭിനയത്തിന്റെ കാര്യത്തിലും ഞാനൊരു വലിയ സംഭവമാണ് എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്രമതി. എന്നാ ഈ പറയുന്നതെല്ലാം വർഷ കേൾക്കുന്നുണ്ട്. വർഷ ഓടിച്ചെന്ന് രേവതിയോട് പറയുന്നുണ്ട്, രേവതി ചേച്ചി, ആൻറ്റി നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാ രേവതി ചേച്ചിയുടെ അടുത്തോട്ട് വരുന്നത് എന്ന് പറയുന്നുണ്ട്. നീ എന്താ വർഷ ഈ പറയുന്നത്, അമ്മ എന്ത് പ്ലാൻ ഉണ്ടാക്കി വരാനാ എന്ന് ചോദിക്കുകയാണ്. അതെന്താണെന്നറിയോ, ചേച്ചിയുടെയും സച്ചിയേട്ടൻ്റെയും പേരിലല്ലേ മുത്തശ്ശി സ്വത്തെല്ലാം എഴുതി തന്നിട്ടുള്ളത്, അത് എത്രയും പെട്ടെന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെ ആൻറ്റി നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേച്ചിയെ അങ്ങോട്ട് സ്നേഹിച്ച് കൊല്ലാൻ പോവാ ഇനി മുതൽ ആൻറ്റി എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ചിരിയും വരുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, എന്നെ സ്നേഹിച്ച് കൊല്ലാനോ, എന്നാ ഇന്ന് മഴ പെയ്യും എന്ന് പറയാണ്. ആ മഴയൊക്കെ പെയ്യും ചേച്ചി, അമ്മാതിരി അഭിനയാവും ഇനി ആൻറ്റി കാഴ്ച വെക്കാൻ പോകുന്നത് എന്ന് പറയാണ്. കൊള്ളാലോ എന്ന് പറയുന്നുണ്ട് രേവതി. വർഷ പറയുന്നുണ്ട്, എന്നാ പിന്നെ ഏതായാലും ആൻറ്റി നമ്മളെ പറ്റിക്കാൻ പോവല്ലേ, നമുക്ക് തിരിച്ചൊരു പണി കൊടുത്താലോ എന്ന് പറയുന്നുണ്ട്. എന്ത് പണി കൊടുക്കാനാണ് വർഷേ എന്ന് ചോദിക്കുകയാണ്. ആൻറ്റി ചേച്ചിയോട് നല്ല സ്നേഹം തുളുമ്പിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് ആൻറ്റിക്കിട്ടൊരു പണി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരുന്നേ വർഷേ എന്ന് പറയുന്നുണ്ട് രേവതി. ചേച്ചി എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞോട് ഇരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി വരുന്നത്. ചന്ദ്രമതി വന്നതും പറയുന്നുണ്ട്, മോളെ രേവതി എന്ന് വിളിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രേവതിയും വർഷയും കൂടെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എന്ത് രേവതി മോളെന്നോ എന്ന് ചോദിക്കുന്നുണ്ട് വർഷ. അതെന്താ വർഷേ, എനിക്കിവളെ മോളെ എന്ന് വിളിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇത്രയും നാളും മോളെ എന്ന് വിളിച്ചിട്ടില്ലല്ലോ, മറ്റു പലതും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട് എന്ന് പറയുന്നുണ്ട് വർഷ. ഓ, അതൊക്കെ സ്വാഭാവികമല്ലേ, അമ്മായിമ്മയും മരുമകളും തമ്മിൽ അങ്ങനെ എന്തൊക്കെ പറയും, അതെല്ലാം നീ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, ഞാൻ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ടൊന്നുമില്ല, പക്ഷേ രേവതി ചേച്ചിക്ക് മറക്കാൻ പറ്റില്ലല്ലോ, കാരണം രേവതി ചേച്ചിയെ കുറെ ഇടങ്ങറാക്കിയിട്ടുണ്ടല്ലോ ആൻറ്റി എന്ന് പറയാണ്. ഞാൻ അവളെ എന്ത് ഇടങ്ങറാക്കിയെന്നാ, അതൊക്കെ അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, പിന്നെ ഇനി മുതൽ ഞാൻ അവളെ ഒട്ടും ഇടങ്ങറാക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നിനും പോകുന്നില്ല. മോളെ രേവതി, നീ ഇനി കഷ്ടപ്പെടുകയൊന്നും വേണ്ട, നിന്റെ കൂടെ ജോലികളെല്ലാം ചെയ്യാൻ വേണ്ടി ഞാനും കൂടാം എന്ന് പറയുന്നുണ്ട്.
രേവതി പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാനല്ലേ എല്ലാം ചെയ്തിരുന്നത്, ഇപ്പം എന്താ ഇങ്ങനൊരു മാറ്റം എന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതി പറയുന്നുണ്ട്, നീ ഇങ്ങനെ പണിയെടുക്കുന്നത് കാണുമ്പോൾ എനിക്കിപ്പോൾ സങ്കടമുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയാണ്. എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് രേവതി. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, എന്താ ചേച്ചി, അമ്മ സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴും കുറ്റമാണോ? ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്നെല്ലാം കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് വർഷ. ചന്ദ്രമതി പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ എനിക്ക് ഇവളോട് സ്നേഹമൊക്കെ ഉണ്ട്, ഞാനത് പുറത്ത് കാണിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ, എനിക്ക് ഇവളോട് എന്നും സ്നേഹം തന്നെയാണ് എന്നെല്ലാം പറയാണ്. രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം ചന്ദ്രമതിയുടെ അഭിനയമാണ് എന്നുള്ള കാര്യം. വർഷ പറയുന്നുണ്ട്, ഓ ആൻറ്റിക്ക് രേവതി ചേച്ചിയോട് ഇത്രയും സ്നേഹമാണെങ്കിൽ ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ, ഉണ്ടാക്കി കൊടുക്കാലോ, എന്താ രേവതി നിനക്ക് സ്പെഷ്യൽ ആയിട്ട് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട അമ്മേ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നിനക്ക് എന്ത് വേണേലും ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയാണ്. വർഷ പറയുന്നുണ്ട്, ആ അത് അങ്ങനെയാണെങ്കിൽ രേവതി ചേച്ചിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്, അമ്മ എന്നാ പായസം ഉണ്ടാക്കി കൊടുക്കുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, എന്ത് പായസം രേവതിക്ക് ഇഷ്ടം എന്ന് ചോദിക്കുകയാണ്. വർഷ ആ സമയത്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചിക്ക് പാലട പായസമാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിയുടെ കിളി പോകുന്നുണ്ട്. ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ പാലട പായസം ഉണ്ടാക്കാൻ എനിക്കറിയില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ പെട്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. വർഷ ചോദിക്കുകയാണ്, എന്താ ആൻറ്റി, പാലട പായസം ഉണ്ടാക്കാൻ ആൻറ്റിക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ പിന്നെന്താ, എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാലോ, ഞാൻ രേവതിക്ക് ഇന്ന് പാലട പായസം ഉണ്ടാക്കി കൊടുക്കും എന്നെല്ലാം പറയുന്നുണ്ട്. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ പായസമൊന്നും വേണ്ട, എന്തിനാ വെറുതെ അമ്മേനെ ബുദ്ധിമുട്ടിക്കുന്നത് വർഷേ എന്ന് പറയുന്നുണ്ട്. സമയത്ത് ചന്ദ്രമതി പറയാണ്, ഏയ് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല മോളെ, എന്നാലും എൻ്റെ ബുദ്ധിമുട്ടെല്ലാം നീ നോക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ടല്ലോ, ഈ സ്നേഹമാണല്ലോ ഞാൻ ഇത്രയും നാളും നിരസിച്ചത്, അതൊന്നും എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല കേട്ടോ മോളെ എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്രമതി. അതിനുശേഷം ചന്ദ്രമതി ഭാമയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഭാമേ ഞാനൊരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാടി എന്ന് പറയുന്നുണ്ട്. എന്ത് പ്രശ്നം? അതെ, ഞാൻ രേവതിയെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് അവൾക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു, എന്നാൽ പായസം ഉണ്ടാക്കുന്നത് എനിക്ക് അറിയില്ല, എങ്ങനെയാ പാലട പായസം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. ആ, അത് ഞാൻ പറഞ്ഞു തരാം, നീ അതുപോലെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആമാൻറ്റി എല്ലാ കാര്യങ്ങളും ചന്ദ്രമതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പായസം ഉണ്ടാക്കേണ്ട രീതിയെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഭാമ. ചന്ദ്രമതി പറയുന്നുണ്ട്, ആ നീ പറഞ്ഞതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം, എന്താവും എന്നൊന്നും എനിക്ക് അറിയില്ല, അവളെ സോപ്പിടാൻ വേണ്ടി പായസം ഉണ്ടാക്കിയിട്ട് അവൾ ഹോസ്പിറ്റലിൽ ആവാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് ചന്ദ്ര. അതിനുശേഷം പായസമെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ചന്ദ്ര. ഇത് കാണുന്നതും രവി ചോദിക്കുന്നുണ്ട്, ആ ഇന്നെന്താ പായസമൊക്കെ ആണോ, ഇന്ന് എന്താ വിശേഷം എന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതി പറയുന്നുണ്ട്, ഇന്ന് വിശേഷമൊന്നും ഇല്ല, നിങ്ങളൊന്ന് അങ്ങോട്ട് പോയേ എന്ന് പറയാണ്. അതെന്താ, എനിക്കിവിടെ നിന്നൂടെ, നീ എന്തിനാ പായസം ഉണ്ടാക്കുന്നത് എന്ന് പറയേ എന്ന് പറയുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തിനാ പായസം ഉണ്ടാക്കാറ് സാധാരണ, കുടിക്കാൻ, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത് എന്ന് പറയാണ്. വർഷ വന്നോണ്ട് രവിയോട് പറയുന്നുണ്ട്, അത് അച്ഛാ എന്താണെന്നറിയോ, രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ട് അമ്മ പായസം ഉണ്ടാക്കുന്നത്. രേവതിക്ക് വേണ്ടിയിട്ടോ, ഇവളോ, എന്തൊക്കെ വർഷേ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ അച്ഛാ, ഇന്നു മുതൽ രേവതി ചേച്ചിയോട് അമ്മയ്ക്ക് ഒരുപാട് സ്നേഹമാണ്, രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്, ഇനി മുതൽ രേവതി ചേച്ചിയെ പൊന്നു പോലെ നോക്കൂ എന്നൊക്കെയാണ് ആൻറ്റി പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് വർഷ. ആ സമയത്ത് രവി പറയുന്നുണ്ട്, ഇവൾക്ക് എന്താ പറ്റിയത്, തലയ്ക്ക് വല്ലതും പറ്റിയോ എന്ന് ചോദിക്കുകയാണ്. അത് തലയ്ക്കൊന്നും പറ്റിയിട്ടല്ല അച്ഛാ, അതേ രേവതി ചേച്ചിയുടെ പേരിൽ ഒരുപാട് സ്വത്തുണ്ടല്ലോ, അതെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് എന്ന് സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് വർഷ. എന്താ വർഷേ, നീ എന്താ രവിയേട്ടൻ്റെ ചെവിയിൽ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല ആൻറ്റി, ഞാൻ വെറുതെ അങ്കിളിനോടൊരു കുശലം പറഞ്ഞതാ എന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം, നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് പോയി, ഞാൻ അതുണ്ടാക്കിയിട്ട് അങ്ങോട്ട് വരാം എന്ന് പറയാണ്. രേവതിയോട് രവി പറയുന്നുണ്ട്, എന്താ മോളെ, എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അറിയില്ല അച്ഛാ, അമ്മ അതാ എനിക്ക് വേണ്ടി പായസമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല, ഈ വർഷ കൊടുത്ത പണിയാ അത് എന്ന് പറയുന്നുണ്ട്. വർഷ പറയാണ്, ശ്രുതി ചേച്ചിയോട്
ആൻറ്റി പറയുന്നത് കേട്ടു. രേവതിയെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കണം, എന്നിട്ട് സ്വത്തെല്ലാം അടിച്ചു മാറ്റണം എന്നൊക്കെ. അത് കേട്ടോണ്ട് ഞാനാ ഈ പണി കൊടുത്തത്. രേവതി ചേച്ചിയോട് അത്ര ഇഷ്ടമാണെങ്കിൽ ഒരു പായസം ഉണ്ടാക്കി കൊടുക്കുമോ എന്ന് ഞാനാ ചോദിച്ചത് എന്ന് പറയുന്നുണ്ട്. രവി പറയുന്നുണ്ട്, ഓ അതാണോ കാര്യം. മോളെ, നീ അതിലൊന്നും പോയി വീഴാൻ നിൽക്കരുത് കേട്ടോ. അവള് പല വഴിയും എടുക്കും സ്വത്തെല്ലാം അവളുടെ പേരിലാവാൻ. അവൾക്ക് ഏറ്റവും വലുത് സ്വത്ത് മാത്രമാണ്. അതുകൊണ്ട് നീ അവളെ കണ്ണടച്ചങ്ങനെ വിശ്വസിക്കാനൊന്നും നിൽക്കരുത്. അവൾ സ്വത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നെല്ലാം പറയുന്നുണ്ട് രവി. ഇത് കേൾക്കുന്നതിന്റെ രേവതി പറയുന്നുണ്ട്, ഈ സ്വത്തൊന്നും വേണ്ടായിരുന്നു അച്ഛാ. ഇപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാ. അമ്മ കണ്ടില്ലേ എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നത്. അമ്മ എന്നെ ഇങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ സ്വത്തിന് വേണ്ടി അമ്മ എന്നോടൊരു നാടകം കളിക്കുന്നു. എനിക്കിതെല്ലാം ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടമാണ് വരുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് രേവതി. രവി പറയാണ്, നീ സങ്കടപ്പെടാതെ മോളെ, എല്ലാം ശരിയാവും. പിന്നെ ഇപ്പൊ ഈ ചതിക്കുഴിയിൽ നീ പോയി ചാടരുത്. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ അടവെടുത്താലും നീ സ്വത്തൊന്നും അവളുടെ പേരിൽ എഴുതി കൊടുക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇല്ല അച്ഛാ, സച്ചേട്ടനും കൂടി തീരുമാനിക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അമ്മയ്ക്കും അറിയാവുന്നതല്ലേ എന്നെല്ലാം പറയാണ് രേവതി. അപ്പോഴേക്കും രേവതിക്കുള്ള പായസം എല്ലാം ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് ചന്ദ്രമതി ആദ്യം തന്നെ പായസം രേവതിക്കാണ് കൊടുക്കുന്നത്. ആ സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, അതെന്താ ചന്ദ്രേ, എനിക്കില്ലേ പായസം എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ പായസം തരാം, ആദ്യം എൻ്റെ മോള് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ എന്ന് പറയുന്നുണ്ട്. രേവതിയോട് പറയുന്നുണ്ട്, കഴിക്കും മോളെ, നീ കഴിച്ചു നോക്ക് എന്ന് പറയാണ്. രേവതി ഈ പായസം കുടിച്ചിട്ട് പറയുന്നുണ്ട്, നന്നായിട്ടുണ്ട് അമ്മേ എന്ന് പറയുന്നുണ്ട്. അതെന്താ നീ അങ്ങനെ പറയുന്നത്, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ, നീ എൻ്റെ മുഖത്ത് ഒട്ടും സന്തോഷവും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതൊന്നും അല്ല, നന്നായിട്ടുണ്ടമ്മേ എന്ന് പറയുന്നുണ്ട് രേവതി. വർഷ പറയാണ്, ആന്റി എനിക്കൊരു ഗ്ലാസ് താ, ഞാനല്ലേ രേവതി ചേച്ചിക്ക് പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞത്, എന്നിട്ട് എനിക്ക് പായസം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്കുണ്ട് വർഷേ എന്ന് എന്നും പറഞ്ഞ് വർഷയ്ക്കും പായസം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ചന്ദ്ര. വർഷ കഴിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട്, ആന്റി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പായസം എന്ന് പറയാണ്. ശേഷം രവിക്കും കൊടുക്കുന്നുണ്ട് പായസം. രവി പറയുന്നുണ്ട്, നീ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും പായസം നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി, ഇനി ചേച്ചിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇഷ്ടം, എല്ലാം ആന്റി ഉണ്ടാക്കി തരും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയുടെ മുഖം മാറുന്നുണ്ട്. ചന്ദ്ര മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾ എന്നെ പണി എടുപ്പിച്ച് കൊല്ലുവോ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ചന്ദ്ര. രേവതി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട വർഷേ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഇല്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ ഈ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.